നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഭാവന, ഹാപ്പി അല്ലേ? അതെ സൂര്യ, ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷം അനുഭവിച്ചിട്ടില്ല. ഇതാ ഭാവന കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഞാനും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊക്കെ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ആന്റി ഇപ്പോ എന്നെക്കാളും കൂടുതൽ എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട് സൂര്യ. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അമ്മ എന്തെങ്കിലും പറഞ്ഞു. ഓണത്തിന് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന കാര്യം ആന്റി പറഞ്ഞത് സൂര്യൻ കേട്ടതല്ലേ? അതെ, ഓണം ഇത്തവണ തന്റെ വീട്ടിൽ തന്നെ ആഘോഷിക്കാന്ന് കരുതി. ആന്റി പറഞ്ഞതേ വീട്ടിലെ എല്ലാവർക്കും നമ്മുടെ കണക്കായിട്ട് ഡ്രസ്സ് വാങ്ങണമെന്ന്. അമ്മ അങ്ങനെ പറഞ്ഞോ? എന്നാ പിന്നെ ഇതിലും വലിയൊരു സന്തോഷം തനിക്ക് കിട്ടാനില്ല. അതെ സൂര്യ, ശരിക്കും ഒരമ്മയെ പോലെയാ ആന്റി ഇപ്പൊ എന്നോട് പെരുമാറുന്നത്. ആ പഴയ ആന്റിയുടെ ലാഞ്ചന പോലും ഞാൻ എങ്ങും കണ്ടില്ല. ഇതൊക്കെ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഭാഗ്യ സൂര്യ. ചില ജന്മങ്ങൾ ആദ്യമേ നമുക്ക് നല്ല ലക്ഷണങ്ങൾ കാണിച്ചു തരും. തന്റെ വിശ്വാസം എന്റെ പ്രതീക്ഷ. എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് മാത്രം കരുതാം. ഇന്നെന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതും അതിശയിപ്പിച്ചതും എന്താണെന്ന് പറയാമോ? പറഞ്ഞാൽ എന്ത് തരും? ആദ്യം പറ, അറിയാലോ. വല്യച്ഛനും വല്യമ്മയല്ലേ? അതേ ഭാവന. അല്ല, മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ മാറാൻ കഴിയൂ? കഴിയും സൂര്യ. മനുഷ്യജന്മത്തിന്റെ പൂർണ്ണത പോലും കളങ്കമില്ലാത്തതാ. മനസ്സിലായില്ല. ഞാൻ ഈ പൂർണ്ണതയെന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ ആയുസിന്റെ അവസാനം വരെ എന്ന അർത്ഥം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ എങ്ങനെയാണോ ഏതാണ്ട് അതുപോലെ തന്നെയാണ് വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റവും. സ്വഭാവം പോലും കുട്ടികളുടേതായിരിക്കും. തന്റെ കണ്ടെത്തലുള്ള ഞാൻ പറഞ്ഞത് സത്യ സൂര്യ. വിശദീകരിക്കാൻ പോയാ ഇന്നും നാളെയൊന്നും തീരില്ല. പഴയ വല്യച്ഛനും വല്യമ്മയാ ഇപ്പൊ സൂര്യ കണ്ടത്. സത്യം. അതെ സൂര്യ, എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ വല്യച്ഛനും വല്യമ്മയൊക്കെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ മുതിർന്ന് പഠിത്തത്തിലൊക്കെ മിടുക്ക് കാണിച്ചു തുടങ്ങിയപ്പോഴാ വല്യച്ഛന്റെയും വല്യമ്മയുടെയും സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നു തുടങ്ങിയത്. പക്ഷേ ഇവിടെ തന്റെ വല്യച്ഛനെയും വല്യമ്മയും നന്നാക്കിയതിന്റെ ക്രെഡിറ്റ് തനിക്ക് മാത്രമോ ഭാവന? തന്റെ ക്ഷമ തന്നെയാ എല്ലാത്തിന്റെ ആയുധം. പാറ പോലെ ഉറച്ചു നിന്ന എന്റെ അമ്മയെ പോലും താൻ മാറ്റിയെടുത്തില്ലേ? ഇതിനെല്ലാം എനിക്ക് പ്രചോദനം തന്നത് സൂര്യല്ലേ? അപ്പൊ പകുതി ക്രെഡിറ്റ് സൂര്യക്കുള്ളതാ. ക്രെഡിറ്റ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞപ്പോ ചിരിക്കുന്നുണ്ടില്ലേ? തന്റെ പാതിയല്ലേ ഞാൻ. അപ്പൊ പിന്നെ താൻ എന്ത് തന്നാലും ഞാൻ സ്വീകരിച്ചല്ലേ പറ്റൂ.